ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ ചിത്രയിലും വിവിധ സർക്കാർ ആശുപത്രികളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ആദ്യം അപ്രൻറ്റീസ് ട്രെയിനിങ് DMLT പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 5 ഒഴിവാണ് വന്നിരിക്കുന്നത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 4, SC വിഭാഗക്കാർക്ക് 1. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. മന്ത്ലി സ്റ്റൈപ്പൻഡ് 7000 രൂപയാണ് ലഭിക്കുക. 1 വർഷത്തേക്കാണ് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം സെക്യൂരിറ്റി കൗണ്ടർ, അച്യുതമേനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസസ് സ്റ്റഡീസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 10/7/2024 രാവിലെ 10:30 മുതലാണ്. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9 മണിക്കാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും അറ്റസ്റ്റഡ് കോപ്പീസും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. SC കാൻഡിഡേറ്റ്സ് വാലിഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അടുത്തത് അപ്രൻറ്റീസ് ട്രെയിനിങ് ഫാർമസി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണുള്ളത്. ജനറൽ വിഭാഗത്തിനൊന്നും OBC വിഭാഗത്തിനൊന്നും. ക്വാളിഫിക്കേഷൻ വരുന്നത് DPharm ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള നോളജും ആവശ്യമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. സ്റ്റൈപ്പൻഡ് 8000 രൂപയാണ് ലഭിക്കുക. 1 വർഷത്തേക്കാണ് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം സെക്യൂരിറ്റി കൗണ്ടർ, അച്യുതമേനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസസ് സ്റ്റഡീസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 9/7/2024 രാവിലെ 10:30 മുതലാണ്. റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 9 മണിയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, കാസ്റ്റ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് കയ്യിൽ കരുതണം. OBC വിഭാഗക്കാർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 19 രാവിലെ 11 മണിക്ക് വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രസ്തുത ജോലിയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും ബയോഡേറ്റയും സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോവാസ്കുലർ നഴ്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത +2 സയൻസും കൂടാതെ ഡിപ്ലോമ അല്ലെങ്കിൽ BSc നഴ്സിംഗും CTVS പരിചയവും KNC രജിസ്ട്രേഷനുമാണ്. പ്രായപരിധി 1/1/2024 ജനുവരി 1 18 മുതൽ 36 വയസ്സ് വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം ജൂലൈ 18 എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ CCM ഹാളിൽ രാവിലെ 11 മണിക്ക് നടക്കുന്ന എഴുത്തു പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും പങ്കെടുക്കണം. രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ 10:30 വരെ മാത്രമായിരിക്കും. അടുത്തത് വയനാട് ജില്ലയിൽ പനമര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റിൽ സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. നഴ്സിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർ ജൂലൈ 8 രാവിലെ 11 മണിക്ക് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിന് ഹാജരാവണം. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.